അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 25 ശനിയാഴ്ച. ആറാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 6 സംസ്ഥാനങ്ങളിലായി 58 മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രിമാരായ S. ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി അടക്കമുള്ള പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. സംഘർഷമുണ്ടായ ബംഗാളിലെ നന്ദിഗ്രാമിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് കൽക്കരി കുംഭകോണം നടത്തി വൻ ലാഭം നേടിയെന്ന ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ടിന് പിന്നാലെ കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിനെതിരായ കേസിൽ അടിയന്തരമായ വാദം കേട്ട് ഉത്തരവിറക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് 21 രാജ്യാന്തര സംഘടനകളുടെ കത്ത്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഫയൽ ചെയ്ത കേസിൽ ഉടൻ വാദം കേട്ട് ഉത്തരവിറക്കണം എന്നാണ് കത്തിലെ ആവശ്യം. അദാനി ഗ്രൂപ്പിന്റെ ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഇടപാട് പരിസ്ഥിതി സംരക്ഷണം എന്ന ലക്ഷ്യത്തിന് എതിരാണെന്നും കത്തിൽ ആരോപിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് പ്രവചിച്ച് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുമായ യോഗേന്ദ്ര യാദവ്. BJP പരമാവധി 260 സീറ്റുകൾ വരെ നേടാമെന്നാണ് പ്രവചനം. BJP അവകാശപ്പെടുന്ന 400 സീറ്റുകളോ നിലവിലെ 303 എന്ന നിലയിലോ BJP എത്തില്ല. 272 സീറ്റ് പോലും ഒറ്റയ്ക്ക് നേടില്ല. കാറ്റ് ശക്തമായി വീശുകയാണെങ്കിൽ NDAക്ക് തന്നെ കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. LED ബൾബിന്റെ കാലത്ത് ചിലർ റാന്തലുമായി നടക്കുന്നുവെന്ന പരിഹാസവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ പാടലിപുത്രിയിൽ വെച്ചാണ് റാന്തൽ ചിഹ്നമുള്ള ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളിനെതിരായ മോദിയുടെ പരിഹാസം. ബീഹാർ മുഴുവൻ ഇരുട്ടിലിരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ മാത്രമാണ് അവർ വെളിച്ചമെത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അമാനുഷികനായ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുമോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ. പൗരത്വം ലഭിക്കില്ലെങ്കിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനോ മത്സരിക്കുന്നതിനോ സാധിക്കുമോ എന്നും ദിവ്യനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരാൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നതിനെക്കുറിച്ച് കമ്മീഷൻ പരിശോധിക്കുമെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. താൻ അമാനുഷികനാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതിനെതിരെയാണ് തരൂർ രംഗത്തെത്തിയത്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കുഫോസിന്റെ പഠനസമിതി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. പരിശോധനയിൽ വെള്ളത്തിൽ അപകടകരമായ അളവിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ വെള്ളത്തിൽ അപകടകരമായ അളവിൽ അമോണിയയും സൾഫൈഡും ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. പെരിയാറിലെ വെള്ളത്തിൽ ഇത്രയധികം അളവിൽ രാസവസ്തുക്കൾ എങ്ങനെ എത്തിയെന്നും എവിടെ നിന്ന് എത്തിയെന്നും അറിയാൻ വിശദമായ രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് 7.5 ലക്ഷം രൂപയുടെ മത്സ്യങ്ങൾ ചത്തുപോയെന്ന കർഷകൻ സ്റ്റാൻലി ഡിസിൽവ നൽകിയ പരാതിയിൽ ഏലൂർ പോലീസ് കേസെടുത്തു. ഏലൂർ നഗരസഭയും പരാതി നൽകിയിരുന്നു. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് രാസമാലിന്യമല്ല, വെള്ളത്തിലെ ഓക്സിജൻ കുറഞ്ഞത് മൂലമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ. രാസപരിശോധനയുടെ റിസൾട്ട് വരാൻ വൈകിയേക്കും. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിനെ തുടർന്ന് ഏലൂരിലെ പരിസ്ഥിതി നിയന്ത്രണ ബോർഡ് പാരിസ്ഥിതിക എഞ്ചിനീയർ സജീഷ് ജോയിയെ സ്ഥലം മാറ്റി. മലിനീകരണ നിയന്ത്രണ ബോർഡ് റീജിയണൽ ഓഫീസിലെ സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ MA ഷിജുവിനാണ് പകരം നിയമനം. മത്സ്യക്കുരുതിക്ക് പിന്നാലെ വ്യവസായ മന്ത്രി വിളിച്ച യോഗത്തിൽ ഏലൂരിൽ മുതിർന്ന ഓഫീസറെ നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു. ബാറുടമകൾ കോഴ നൽകണമെന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നത് വിവാദമായ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം തുടങ്ങി. SP മധുസൂദനാണ് അന്വേഷണ ചുമതല. ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാരോപിച്ച് എക്സൈസ് മന്ത്രി MP രാജേഷ് ഇന്നലെ DGPക്ക് പരാതി നൽകിയിരുന്നു. ഇതിലാണ് അന്വേഷണം നടക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ 1-ാം തീയതിയിലെ ഡ്രൈ ഡേ മാറ്റുന്ന കാര്യവും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്ന കാര്യവും പരിഗണിക്കേണ്ടെന്ന് സർക്കാർ തലത്തിൽ ധാരണ. മദ്യനയത്തിൽ ഇത് രണ്ടും പരിഗണിക്കുമെന്നായിരുന്നു സൂചന. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 10ലേറെ സീറ്റുകളിൽ ജയമുറപ്പെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതേസമയം കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ 20ൽ 20 കോൺഗ്രസ് നേടുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ വ്യക്തമാക്കി. ഇടതുപക്ഷത്തിനും BJPക്കും ഒരു സീറ്റും കിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും പ്രതിഫലിച്ചത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണെന്നും K സുധാകരൻ പറഞ്ഞു. വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്ന വിധി നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞു. 2010 ഹോമിയോ വകുപ്പിലെ അധ്യാപികയായി വിരമിച്ച തിരുവനന്തപുരം സ്വദേശി വത്സലകുമാരിക്ക് വിരമിക്കൽ ആനുകൂല്യം പൂർണ്ണമായി നൽകാൻ കഴിഞ്ഞ വർഷം ജൂലൈയിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇത് നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. +1 ആദ്യ അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് നടക്കുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. അതേസമയം മലപ്പുറത്ത് +1 സീറ്റ് വിഷയത്തിൽ പ്രതിസന്ധിയുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു. 3ാം അലോട്ട്മെന്റ് കഴിയുമ്പോൾ രാഷ്ട്രീയ കളി അവസാനിക്കുമെന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശുചീകരണ ദിനം സംസ്ഥാനതലത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട മണിയാർ ബാരേജിന്റെ കാലപ്പഴക്കം ചെന്ന ഷട്ടറുകൾ കരാറുകാരനെ കൊണ്ട് മാറ്റി സ്ഥാപിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സംഭവത്തിൽ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമെന്നും സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് വേണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. മഴ കനത്ത് ബാരേജ് നിറഞ്ഞാൽ ജലനിരപ്പ് ക്രമീകരിച്ച് പ്രളയക്കെടുതി ഒഴിവാക്കാൻ 5 ഷട്ടറുകളും കൃത്യമായി തുറക്കണം. എന്നാൽ 5 എണ്ണത്തിന്റെയും അവസ്ഥ പരിതാപകരമാണെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. ആവേശം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് സിനിമകൾക്കെതിരെ ബിഷപ്പ് ജോസഫ് കരിയിൽ. കൊച്ചിയിൽ കുട്ടികൾക്കായി സഭ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിമർശനം. സിനിമകൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ഇല്ലുമിനാറ്റി പാട്ട് സഭാവിശ്വാസികൾക്ക് എതിരാണെന്നും ഇത്തരം സിനിമകളെ നല്ല സിനിമ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കാണുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോഴത്തെ കുട്ടികളോട് പാട്ടുപാടാൻ പറഞ്ഞാൽ എല്ലാവരും ഇലുമിനാറ്റി എന്ന പാട്ടുപാടും. എന്നാൽ ഇലുമിനാറ്റി എന്നത് സഭാവിശ്വാസങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സംഘടനയാണെന്ന് പലർക്കും അറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുല്ലപ്പെരിയാറിലെ പുതിയ ഡാം നിർമ്മാണത്തിന് അനുമതി നൽകരുതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സ്റ്റാലിൻ കത്തെഴുതി. സുപ്രീം കോടതി ഉത്തരവ് മറികടന്നുള്ളതാണ് കേരളത്തിന്റെ നീക്കമെന്നും കേരളം മുന്നോട്ടു പോയാൽ കോടതിയലക്ഷ്യം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. ഇടുക്കി വട്ടവടയിലെ ചെക്ക് ഡാം നിർമ്മാണം ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ളതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അധികമായി എത്തുന്ന വെള്ളം ഡാമിലൂടെ പുറത്തേക്ക് ഒഴുകും. വെള്ളം കിട്ടില്ലെന്ന് തമിഴ്നാട് ആശങ്കപ്പെടേണ്ടതില്ല. വെള്ളം കിട്ടുമെന്ന കാര്യം തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് പദ്ധതിയുമായി മുന്നോട്ടു പോയതെന്നും മന്ത്രി പറഞ്ഞു. വട്ടവടയിൽ ചെക്ക് ഡാം നിർമ്മിക്കുന്നതിന് എതിരെ തമിഴ്നാട് പ്രതിഷേധം അറിയിച്ച സാഹചര്യത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത സംഘം സഞ്ചരിച്ച കാർ തോട്ടിൽ വീണു. ഹൈദരാബാദ് സ്വദേശികളായ സംഘം സഞ്ചരിച്ച കാറാണ് തോട്ടിൽ വീണത്. കുറുപ്പന്തറ കടവുപാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന സംഘം അപകടത്തിൽപ്പെട്ടത്. റോഡിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതാണെന്ന് കരുതി വാഹനം മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. യാത്രക്കാരെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ കാറ്റോടെ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വേനൽ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായെങ്കിലും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട്. മൂലമറ്റത്ത് വൈദ്യുതി ഉൽപ്പാദനം കുത്തനെ കൂട്ടിയതാണ് ജലനിരപ്പ് താഴാൻ കാരണം. മഴക്കാലത്തിന് മുമ്പ് വൈദ്യുതി ഉൽപ്പാദനം കൂട്ടി ജലനിരപ്പ് കുറച്ചു നിർത്താനാണ് KSEBയുടെ തീരുമാനം. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. റിയാദിലെ ഒരു റെസ്റ്റോറന്റിൽ വിഷബാധയുണ്ടായ സംഭവത്തിൽ ഉത്തരവാദികളായ ആർക്കും രക്ഷപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കി സൗദിയിലെ അഴിമതി വിരുദ്ധ അതോറിറ്റി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ അവരുടെ സ്ഥാനവും പദവിയുമൊന്നും പരിഗണിക്കപ്പെടാതെ വിചാരണ ചെയ്യപ്പെടുമെന്നും ഭരണകൂടം നിർദ്ദേശിച്ചു. പൂനെയിൽ 17-കാരനോടിച്ച ആഡംബര കാറിടിച്ച് 2 IT ജീവനക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയുടെ മുത്തച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനം ഓടിച്ചത് താനാണെന്ന് പറയാൻ പ്രതിയുടെ മുത്തച്ഛൻ നിർബന്ധിച്ചുവെന്ന കുടുംബ ഡ്രൈവറുടെ പരാതിയിലാണ് അറസ്റ്റ്. നേരത്തെ പിടിയിലായ 17-കാരന്റെ അച്ഛൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്.
ജാമ്യം റദ്ദാക്കപ്പെട്ട 17-കാരൻ അടുത്ത മാസം 5 വരെ ജുവനൈൽ ഹോമിൽ തുടരും. ഇന്ത്യയിൽ നിന്ന് 4 കടുവകളെ കംബോഡിയയിലേക്ക് അയക്കാൻ സർക്കാർ തീരുമാനം. 2022 ലോകത്തിലെ ആദ്യത്തെ അന്തർദേശീയ കടുവ പുനരുദ്ധാന പദ്ധതിക്കായി കംബോഡിയയുമായി കരാർ ഒപ്പിട്ടിരുന്നു. ദില്ലി സെന്റ് തോമസ് സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ CPM PB അംഗം ബൃന്ദ കാരാട്ടിനെ ആദ്യം വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വോട്ടിംഗ് മെഷീനിൽ ബാറ്ററി കുറവാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ബൃന്ദ കാരാട്ട് ആരോപിച്ചു. തുടർന്ന് വോട്ടിംഗ് മെഷീനിലെ തകരാർ പരിഹരിക്കപ്പെടുന്നതുവരെ കാത്തിരുന്ന് വോട്ട് ചെയ്ത ശേഷമാണ് ബൃന്ദ കാരാട്ട് മടങ്ങിയത്. ബംഗ്ലാദേശ് MP അൻവാറുൽ അസീം അനാറിനെ കൊലപ്പെടുത്തിയത് ഹണി ട്രാപ്പിലൂടെ കൊൽക്കത്തയിലെ ഹോട്ടലിലേക്ക് എത്തിച്ചെന്ന് പോലീസ്. സംഭവത്തിൽ ഷിലാസ്തി റഹ്മാൻ എന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗ്ലാദേശ് വംശജനും US പൗരനുമായ അക്താർ ഉസ്മാൻ എന്നയാളാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൃത്യം നടത്താനായി ഇയാൾ പ്രതികൾക്ക് 5 കോടി രൂപ പ്രതിഫലമായി നൽകിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. വടക്കൻ പാപ്പുവ ന്യൂഗിനിയയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 300-ലധികം ആളുകളും 1100-ലധികം വീടുകളും മണ്ണിനടിയിലായതായി റിപ്പോർട്ട്. തലസ്ഥാനമായ പോർട്ട് മൊറസ്ബിയയിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി എങ്ക പ്രവിശ്യയിലെ കാക്ലം ഗ്രാമത്തിലാണ് ദുരന്തമുണ്ടായത്. പ്രവിശ്യയിലെ മുലിറ്റക ഗ്രാമേഖലയിലെ 6-ലധികം ഗ്രാമങ്ങളെ ദുരന്തം ബാധിച്ചതായി ഓസ്ട്രേലിയയുടെ വിദേശകാര്യ വ്യാപാര വകുപ്പ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.